ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എൻ്റെ ഹെൽത്ത് ഒരു വിധം ഓക്കെ ആയി എന്ന് പറയാം. സൗണ്ട് ഫുൾ ക്ലിയർ ആയിട്ടില്ല. ഇപ്പോഴും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഓക്കെ ആയിക്കൊണ്ട് വരുന്നു. കുറേ ദിവസത്തിന് ശേഷം അല്ലേ നല്ലൊരു റീഡിങ് ചെയ്യാൻ തോന്നി. എനിക്ക് അതിനൊരു വ്യത്യാസമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ചാംസിന് ഓർമ്മ വന്നു. കുറേ ആയി ഞാൻ ചാംസ് എടുത്തിട്ട്. റിലേഷൻഷിപ്പിലാണ് ഞാൻ ഇത് കൂടുതലും യൂസ് ചെയ്യാറ്. ഇവിടെയാണെന്ന് വിചാരിച്ചു ഒന്ന് ഗൈഡൻസിൽ എടുക്കാം, ഒരു വ്യത്യാസമാവട്ടെ അല്ലേ. ഇന്ന് ഓക്കെ, സൗണ്ട് വരും കേട്ടോ. ഓക്കെ, ആദ്യമേ പറയാം, ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൗണ്ട് വരും. നിങ്ങൾ മ്യൂട്ട് കുറച്ചുള്ള വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് ഞാൻ. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ കുറേ ആയിട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി യൂസ് ചെയ്തിട്ട്. വേർഡ്സ് ഉണ്ട് ഇതിൽ, നമുക്കത് കൂടി എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങളുടെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് ടാരോ ഉണ്ട്, ആൻഡ് നമുക്ക് ചാംസ് ഉണ്ട്. ഓക്കെ, ഇന്ന് വേറെ ഗൈഡൻസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഇതിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, ആദ്യം നമുക്ക് ടാരോ ഒന്ന് നോക്കാം അല്ലേ. ടാരോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ദിവസം, ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിന് എനിക്ക് ചോദിക്കാൻ തോന്നിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാതെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം. ഇത് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല, സർപ്രൈസ് ആയിട്ട് ആവണമെന്നില്ല. ചിലവർക്ക് വിചാരിച്ച കാര്യം തന്നെ ആയിരിക്കാം, എന്തെങ്കിലും നടക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും നടക്കുമോ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ ദിവസം നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ദ ലവേഴ്സ് കാർഡാണിത്. ടെമ്പറൻസ്, 8 of Wands, King of Swords, okay, Ace of Pentacles, wow, 6 of Pentacles. ഓക്കെ, റിലേഷൻഷിപ്പ് പറഞ്ഞൊന്നും ആരും കംപ്ലൈൻറ്റ് പറയരുത്, പറയാതിരിക്കാൻ ഓർത്തിയില്ല. ഓക്കെ, കാരണം ലവേഴ്സ് കാർഡ് വന്നുകൊണ്ടുമില്ല, അതുകൊണ്ട് മാത്രമല്ല ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് പാസ്റ്റിലൊരു വ്യക്തി, വിട്ടുപോയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ അടുത്ത് പിണങ്ങിപ്പോയ ഒരു വ്യക്തി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. വിട്ടുപോയ ഒരു കാര്യം തിരിച്ചു വരുന്നു, വിട്ടുപോയൊരു വ്യക്തി തിരിച്ചു വരുന്നു. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആവാം, നോട്ട് നെസസറിലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, പിരിഞ്ഞു പോയവരാരെങ്കിലും ആയിരിക്കാം. ലൈക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മൾ കുറേ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയായി, നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടു, അങ്ങനത്തെ ആൾക്കാർ, ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പിണങ്ങിപ്പോയ ആൾക്കാർ, അങ്ങനെയുള്ളവർ അതും ആവാം. അങ്ങനെ ആരെങ്കിലും തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, ഒരു പിണങ്ങി നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കമായിട്ട് പിണങ്ങിപ്പോയ ആൾക്കാർ, അങ്ങനെയാണ് മെയിൻലി, അവരാണ് തിരിച്ചാദ്യം. ഓക്കെ, അതാണ് തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യും ചിലപ്പോൾ, അതെനിക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ്. എനിവേ, നിങ്ങൾ പിണങ്ങിപ്പോയ ആരെങ്കിലും തിരിച്ചു വരുന്നു എന്ന രീതിയിലുണ്ട്. റിലേഷൻഷിപ്പ് ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ജോലി സ്ഥലത്തും ആരെങ്കിലും പിണങ്ങിയവരാരെങ്കിലും നിങ്ങളോട് വീണ്ടും കോംപ്രമൈസ് ആവുന്നു എന്നുള്ള രീതിയിലെടുക്കാം. നെയ്ബേഴ്സ് ആവാം, ആരും ആവാം. ഓക്കെ, വഴക്കിട്ട ആൾക്കാർ തിരിച്ച് നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരുന്നു എന്നാണ് ഒരു കാര്യം. പിന്നെ ഒന്ന് കാണുന്നത്, അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ലവേഴ്സ് ആരെങ്കിലും വിട്ടുപോയ ആരെങ്കിലും തിരിച്ചു വരുന്ന പോലെ. പിന്നെ ഇതൊരു ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, നമ്മളൊരു തീരുമാനം എടുക്കുന്ന കാര്യമാണ്. രണ്ട് കാര്യത്തിൻ്റെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം ഇന്ന് എടുക്കും എന്ന് പറയാം, ആക്ഷൻ എടുക്കും എന്ന രീതിക്ക് പറയാം. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഒരല്പം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ടായി കാണും. അപ്പോൾ അതിൽ നിന്ന് എന്ത് വേണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഐ തിങ്ക് നിങ്ങൾ ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാം. ആൻഡ് ലൈക്ക് അതിനുവേണ്ടി ആക്ഷൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എടുക്കും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം എടുക്കുന്ന രീതിയിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, അങ്ങനെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 8 of Wands കമ്മ്യൂണിക്കേഷനാണ്. യെസ്, ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, ചിലപ്പോൾ വല്ല മെസ്സേജ് കിട്ടാം നിങ്ങൾക്ക്, ആ മെസ്സേജ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും, അങ്ങനെ ആയിരിക്കാം.
മെസ്സേജ്, നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും, എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും. ആൻഡ് ചിലവർക്ക് ഇതൊരു മണി ഏണിങ് കാര്യം കൂടി കാണുന്നുണ്ട്. ഇൻ കേസ് ഓഫ് പെൻഡിക്കൽസ് ഒരു ഓഫർ വരുന്നതായിട്ട്, ജോലിയുടെ ഓഫർ ആയിരിക്കാം, ചിലപ്പോൾ ജോലിയുടെ ഓഫർ ആയിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഓഫർ വരുന്നു എന്ന രീതിക്ക് പറയാം. 6 ഓഫ് പെൻഡിക്കൽസ് ആക്ച്വലി ഇത് രണ്ടും, ആൻഡ് ടെമ്പറൻസ് ഉണ്ട്, ഇത് രണ്ടും കോംപ്രമൈസിൻ്റെ കാര്യമാണ്. കോംപ്രമൈസ് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തതിന് അതേപോലെ തിരിച്ചിങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞ പോലെ. പക്ഷെ പോസിറ്റീവായിട്ട് കേട്ടോ, നെഗറ്റീവ് അല്ല. അടി കൊടുത്താൽ തിരിച്ച് അടി കിട്ടുന്നു എന്നല്ല. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ചും അതേപോലെ എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ശരി, അത് നിങ്ങൾക്കും തിരിച്ച് ഈക്വലായിട്ട് കിട്ടുന്ന പോലെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ചിലപ്പോൾ വ്യക്തികളുടെ ഭാഗത്തു നിന്നാവാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും പിണങ്ങിപ്പോയ ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ സിറ്റുവേഷൻ ഈക്വൽ ബാലൻസിൽ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി അങ്ങനത്തെ കാര്യങ്ങളിലായാലും നിങ്ങൾ വർക്ക് അങ്ങനത്തെ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇട്ട എഫേർട്ടിന് നിങ്ങൾക്ക് തിരിച്ച് റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് പെൻഡിക്കൽസ് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു പുതിയ ബിഗിനിങ്, ഒരു ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ ഓഫർ കിട്ടി നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. വേറെ എന്തൊക്കെയാണ് പറയുക അവിടെ. എന്തായാലും ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൻ്റെ ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാം. ചിലവർക്ക് റിലേഷൻഷിപ്പും നമ്മൾ കരിയറും തമ്മിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറെ കൂടി നിങ്ങൾ സ്ട്രോങ് ആവുന്ന ഒരു തരത്തിൽ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. എനിക്ക് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ വളരെ എന്താ പറയുക, ബോൾഡായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മെസ്സേജസ് വരാം. മെസ്സേജസ് നിങ്ങൾക്ക് നല്ല മെസ്സേജസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. 8 ഓഫ് കപ്സ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും തിരിച്ചു വരുന്നു എന്ന രീതിയിലും പറയാം കേട്ടോ. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് ചിലപ്പോൾ ഇനി തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പണമായിരിക്കാം, ചിലപ്പോൾ തിരിച്ചു വരും. അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും എന്ന് പറയാം. ഇന്നത്തെ ദിവസം ഒരു ബാലൻസിങ് ആണ്, ഒരു ബാലൻസിങ് ആക്ട് യൂണിവേഴ്സ് ചെയ്യുന്ന പോലെയാണ്. അതായത് നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരുന്ന പോലെയാണ്. 6 ഓഫ് പെൻഡിക്കൽസും അങ്ങനെയാണ്. നമ്മൾ ഈക്വലായിട്ട് അങ്ങോട്ട് കൊടുത്ത് തന്നെ ഇങ്ങോട്ടും വരും എന്ന് പറഞ്ഞ പോലെ. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും ഇന്നത്തെ ദിവസം. കോംപ്രമൈസ് ഉണ്ടാവും. സിറ്റുവേഷൻസ് ആയാലും ശരി, മണി വൈസ് ആയാലും ശരി, ഐ തിങ്ക് നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കും. വേറൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എനിക്ക് പറയാനില്ല. ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് നമ്മൾ നടക്കാൻ പോകുന്നത്, ഞാൻ മെയിൻലി പറഞ്ഞ പോലെ, ചിലപ്പോൾ പിണങ്ങി ആരെങ്കിലും തിരിച്ചു വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ പെട്ടെന്ന് കിട്ടാനോ ഒക്കെയുള്ള സാധ്യതകളാണ്. എന്തായാലും കോംപ്രമൈസ് വരുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ ആരുടെടുത്തെങ്കിലും അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല. ചില മെസ്സേജസ് വിചാരിക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജസ് വരുന്നതും എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഞാൻ ചാംസ് എടുത്തേക്കാം. ചാംസും വേർഡ്സും എടുക്കാം. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ. ഇതില് ഇത് ട്രീ ഓഫ് ലൈഫ് ഉണ്ട്, ആങ്കർ ഉണ്ട്. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, കുറച്ച് ചെറിയ ചെറിയ ചാംസ് ആണ്, അതുകൊണ്ട് പ്രശ്നം. ഇതും ട്രീ ഓഫ് ലൈഫ് തന്നെയാണ്. രണ്ടും സെയിം ആണ്. സോറി, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനത് സെയിം ഉള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചിലത് മിക്സ് ആയിട്ടുണ്ട്. ക്ലോക്കാണിത്, സമയം. ഹാർട്ട് ഉണ്ട് ഇവിടെ, ലവും ഉണ്ട്. അഗെയിൻ ഹാർട്ട് വിത്ത് എ കീ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കാണുന്നുണ്ട്. അഗെയിൻ ഹാർട്ട്സ്, ഡബിൾ ഹാർട്ട്സ്. ഇത് പ്രാവാണ്, ഡൗ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒന്നും കൂടി ഉണ്ട്. ഇത് പല്ലി. കീ ഉണ്ട് ഇവിടെ. ഹാർട്ട് വിത്ത് കീ ഉണ്ടായിരുന്നു, കീ ഉണ്ട് ഇവിടെ. ആൻഡ് ഇത് പാരിസ് ആണ്. ഇത് നമ്മുടെ ഹംസ ഹാൻഡ് പറയും, ഇത് ലക്ക് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കാതെ ചിലപ്പോൾ വല്ല പണം വരുന്ന കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട് ലക്കായിട്ട്. ട്രീ ഓഫ് ലൈഫ് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് എടുക്കാം. ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഒരു ഗ്രോത്തിനെ കാണിക്കുന്നതാണ്, ലൈഫിൻ്റെ ഒരു ഗ്രോത്ത് എന്ന രീതിയിലൊക്കെ പറയുന്നതാണ്. സോ നല്ല ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കും. ആൻഡ് നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചിലവർക്ക്
ജോലിയുടെ ഓഫർ കിട്ടുക, അതൊക്കെ പറഞ്ഞു നമ്മൾ അല്ലേ. ഓക്കെ, ആൻഡ് ഇവിടെ ആങ്കറാണ്. ആങ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്റ്റേബിൾ ആവുന്ന കാര്യമാണ്. അഗെയിൻ പണത്തിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പിലായാലും സ്റ്റെബിലിറ്റി വരും എന്ന രീതിക്ക് എടുക്കാം. കുറച്ചുകൂടി ഒരു നല്ലൊരു സ്റ്റേബിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ പ്രാവ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പീസിൻ്റെ കാര്യമല്ലേ ഇത്, കോംപ്രമൈസ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ല, ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വഴക്കിട്ട് പോയ ആൾക്കാർ തിരിച്ച് നിങ്ങൾ തമ്മിലൊരു പീസ് വരും. ഓക്കെ, ഡെഫിനറ്റ്ലി പ്രാവ് വരും എന്ന് പറഞ്ഞു. ഓക്കെ, സമയം ഡിവൈൻ ടൈം എന്ന് എടുക്കാം. ലക്കി ടൈം എന്ന് പറയാം. നമുക്ക് നിങ്ങളുടെ ഒരു നല്ല സമയം തുടങ്ങുന്നു എന്ന രീതിക്ക് എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇതെല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഹാർട്ട് നമ്മൾ ഓൾറെഡി സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, റിലേഷൻഷിപ്സിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ലവ് എന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമായിട്ട് കോംപ്രമൈസ് വന്ന് സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ സാധ്യതയുണ്ട്, മെസ്സേജസ് വരാൻ സാധ്യതയുണ്ട്. ഹാർട്ട് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. അതിൻ്റെ ഇവിടെ കീ കൂടി ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൊല്യൂഷൻ വരും. ഓക്കെ, അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. കീ ഉണ്ട് ഇവിടെ. ഓക്കെ, സൊല്യൂഷൻസ് വരുന്നതായിട്ട് പറയാം. അഗെയിൻ ഹാർട്ട് വിത്ത്, ഇത് ഞാൻ പറഞ്ഞ പോലെ ലവേഴ്സ് എനർജി ഉണ്ടായിരുന്നു. സോ മേ ബി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുക, ട്വിൻ മീൻസ് നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യത, സ്നേഹം പങ്കിടാനുള്ള സാധ്യത എല്ലാം പറയാം. ആൻഡ് ഇത് പാരീസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ പോകാൻ പ്ലാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം അത് പ്ലാൻ ചെയ്യും അറ്റ്ലീസ്റ്റ്. ഓക്കെ, മേ ബി അല്ലെങ്കിൽ ഇത് സ്നേഹത്തിൻ്റെ ഒരു ഇതായിട്ട് എടുക്കാം നമുക്ക്. പാരീസ് അല്ലേ, ലവ് എന്ന് പറയാം അഗെയിൻ. പക്ഷെ കൂടുതലും എനിക്ക് ട്രാവലിൻ്റെ ഒരു സാധ്യത തോന്നുന്നുണ്ട് ചിലവർക്ക്. പക്ഷെ ദൂരെ ആവണമെന്നില്ല, ഔട്ട് ഓഫ് കൺട്രി ആവണമെന്നില്ല. ചിലവർക്ക് അതും വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ട്രാവലിംഗ് വല്ലതുമൊക്കെ വരുമായിരിക്കാം. പറയാൻ വിട്ടത് ഏതാണ് ഇത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പഠിക്കാനോ മുന്നോട്ട് അതിൻ്റെ എന്തെങ്കിലും ചെയ്യുന്നത് നല്ല കാര്യങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യത. പക്ഷേ ഈ ഒരു ട്രംപറ്റ് ആക്ച്വലി നമ്മൾ അനൗൺസ്മെൻ്റ് എന്ന് പറയും. ഓക്കെ, മെസ്സേജസിന് എടുക്കാം, അനൗൺസ്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്ന പോലെ, ന്യൂസ് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് വരിക, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ഇവിടെ മ്യൂസിക്കൽ, ഓക്കെ, നിങ്ങൾ മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചിലപ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കാൻ പോവാം, മ്യൂസിക്കൽ കേൾക്കാൻ പോവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അയക്കും, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, പല്ലി മാത്രമാണ് ഇവിടെ നെഗറ്റീവ് ഉള്ളത്. ചിലവർക്ക് പല്ലി എന്ന് പറയുമ്പോൾ പല്ലി ചിലയ്ക്കുന്നത് നല്ലതാണെന്നാണ് പറയുക. പക്ഷെ ചിലപ്പോൾ നമ്മളിവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ആരും ഇരുന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന് പറയില്ലേ, നമ്മൾ പല്ലി ചുമരിലിരുന്ന് ആരും കാണാതെ. അപ്പോൾ ആ രീതിക്ക് പറയുമ്പോൾ എനിക്കിതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എപ്പോഴും വരാറ്. മേ ബി ആരെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കായിരിക്കാം. കുറച്ച് സൂക്ഷിക്കാൻ പറയുന്ന ഒരു വാർണിങ്ങിൻ്റെ കാർഡായിരിക്കാം. ഓക്കെ, എന്തായാലും സോറി, കാർഡല്ല, വാർണിങ്ങിൻ്റെ സിമ്പിളായിരിക്കാം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങൾക്ക് ചാംസിൽ. ഓക്കെ, കുറച്ച് വേർഡ്സ് കൂടി എടുക്കാം ഞാൻ. ഇതുമായിട്ടൊക്കെ മാച്ചായിട്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് എന്നെ അറിയില്ല, ജസ്റ്റ് കുറച്ച് കാർഡ്സ് പിക്ക് ചെയ്ത്. ഒരുപാടൊന്നും വേണ്ട, വായിക്കാൻ എല്ലാം കൂടി പറയാൻ നേരം എടുക്കും. ഓക്കെ, സ്പോണ്ടേനിറ്റി, ഡെപ്ത്, സപ്പോർട്ട്, ഫ്രീഡം, അവേക്കനിങ്, ലൈറ്റ്. ഇത് രണ്ടും ഒരേപോലെയാണല്ലോ. വിഷൻ, സെയിം തിങ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ ഓക്കെ, ഇവിടെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളെന്തെങ്കിലും ലൈക്ക് വളരെ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യാതെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയില്ലേ. ഓക്കെ, പ്ലാൻ ചെയ്യാതെ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യത എന്ന് വെച്ചാൽ പെട്ടെന്ന് ലൈക്ക് ഈ പറഞ്ഞ പോലെ മ്യൂസിക്കലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, മേ ബി നിങ്ങൾ പ്ലാൻ ചെയ്യാതെ ചിലപ്പോൾ പെട്ടെന്ന് വല്ലതും കോൺസേർട്ട് കാണാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണാൻ പോവുക, എന്തെങ്കിലും ഒരു പ്ലാൻസ് ചിലപ്പോൾ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഡെപ്ത് എന്ന് കാണുന്നുണ്ട്. ആക്ച്വലി ആങ്കർ ഉണ്ട്, ഡെപ്ത് ഉണ്ട്. സോ മേ ബി കണക്റ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഡെപ്ത് കൂടും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലൈക്ക് ലൈഫിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടി
ലൈക്ക് മെയിൻലി ഓക്കെ എനിക്ക് കാര്യങ്ങളുടെ ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലും എന്ന രീതിക്ക് എടുക്കാം. കൂടുതലും എനിക്ക് ആങ്കറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആവുമെന്ന്, കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആവുമെന്നുള്ളത് പറഞ്ഞു. ഫ്രീഡം, ഓക്കെ, നിങ്ങളിന്ന് കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവുമെന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾ സമാധാനം തോന്നും, നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് മൈൻഡ് തോന്നും. കാരണം നമ്മൾ ഇപ്പോൾ ആരെങ്കിലുമായിട്ട് വഴക്കൊക്കെ ഒന്ന് സോൾവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ആകെ ഒരു ശാന്തമായിട്ട് ഫീൽ ചെയ്യില്ലേ, ചിലപ്പോൾ ആ രീതിയിലായിരിക്കും എടുക്കാം, അങ്ങനെ എടുക്കാം. സപ്പോർട്ട് എന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ തിങ്ക് ഇന്ന് നന്ദി പറയാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവേക്കനിങ്, ലൈറ്റ് ആൻഡ് വിഷൻ, ഇത് മൂന്നും പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന്, നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ന രീതിയിൽ പറയാം. ഇതും അത് തന്നെയാണ്, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണ് അല്ലേ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മേ ബി നിങ്ങളിപ്പോൾ ആരുടെയും മഴക്കൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിഞ്ഞ് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ജോലി സ്ഥലത്തായാലും എവിടെയായാലും റിലേഷൻഷിപ്സിലായാലും എന്തിലായാലും. ഓക്കെ, വിഷൻ എന്ന് കാണുന്നുണ്ട്, മേ ബി നിങ്ങളൊരു ഗോൾ വെച്ച് മുന്നോട്ട് പോകുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ആക്ച്വലി ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യും. ആൻഡ് ഐ തിങ്ക് ഓക്കെ, ഐ തിങ്ക് ഇത്രയൊക്കെ മതിയെന്നല്ലേ, എനിക്ക് കൂടുതൽ ഇനി പറയാൻ വയ്യ. ഓക്കെ, ബാക്കി റിലേഷൻഷിപ്പ് കൂടി നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, പോസിറ്റീവായിട്ടിരിക്കുക. ഇടയിലിടയിൽ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുന്ന ദിവസം ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് ഇതിൽ ഈ പറഞ്ഞ ചില എന്തെങ്കിലും നല്ലത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കട്ടെ. ഓക്കെ, എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് തന്നെ ഉണ്ടെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.